മര്യാദയ്ക്ക് നല്ല സൈനിങ്സ് നടത്തിക്കോ, ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് മഞ്ഞപ്പടയാണ്. സോ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് മഞ്ഞപ്പടയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതായത് മാനേജ്മെൻറ്റും തമ്മിൽ. സോ എന്തായാലും ഈ ഒരു സീസണിൽ മഞ്ഞപ്പട ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നപ്പം തന്നെ നേരത്തെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നിരിക്കുകയാണ്, നല്ല നല്ല സൈനിങ്സ് അല്ലെങ്കിൽ നല്ല നല്ല നീക്കങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അവർ എന്താ പറയുക അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുകയാണ്. വി ആർ വാച്ചിങ് എന്ന #, അതിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. സോ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവസാന നിമിഷത്തിലുള്ള സൈനിങ്സ് ഒഴിവാക്കണം, വളരെ പെട്ടെന്ന് തന്നെ താരങ്ങളെ സൈൻ ചെയ്ത് ഡ്യൂറൻ കപ്പ് മുതലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതെല്ലാം കേൾക്കുമോ നമുക്ക് നോക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റയാൻ വില്യംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓസ്ട്രേലിയ അതുപോലെ ഇന്ത്യൻ വംശജനാണ് റയാൻ വില്യംസ് എന്ന് പറയുന്നത്. റയാൻ വില്യംസിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ്, ഓസ്ട്രേലിയയിൽ കുടിയേറിയ ഒരു വ്യക്തിയാണ്. സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റയാൻ വില്യംസ് ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് നേരത്തുള്ള വാർത്ത വലിയ രീതിയിൽ തന്നെ വന്നിരുന്നു. സോ എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഒരാൾ എന്താ പറയുക അതിന് മെസ്സേജ് ഇട്ടു, അതായത് നിങ്ങൾ പാസ്പോർട്ടിന് ട്രൈ ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സോ എന്തായാലും അത് നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആരാ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ന്യൂസ് തരുന്നത് എന്നാണ് റയാൻ വില്യംസ് ചോദിച്ചിരിക്കുന്നത്. സോ അതെല്ലാവരും നിരാശയാക്കി. അതായത് ഒരു ദിവസത്തോളം എല്ലാവരും ഹാപ്പി ആയിരുന്നു, റയാൻ വില്യംസ് പാസ്പോർട്ടൊക്കെ എടുത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം ചിന്തിച്ചപ്പോൾ. ബട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നൊരു കാര്യം എന്ന് പറയും, ഈ ഒരു ന്യൂസ് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്? ഒരു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, അത് അദ്ദേഹം ഫേക്കാണോ അതിലൂടെ ഉദ്ദേശിച്ചെന്ന് കറക്റ്റ് അറിയിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം.